പറയുന്നത്. എന്തായാലും നമുക്ക് ഈ വീടിനകത്തേക്ക് വീടിനകത്തേക്ക് കൂടി നമുക്ക് ഒന്ന് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ വീട്ടുകാരുടെ പ്രതികരണം കൂടി നമുക്ക് ഒന്ന് അറിയേണ്ടതുണ്ട്. അതിദാരുണമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അതിദാരുണമായ കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ വീട് പഴയ സ്ഥിതിയിലേക്ക് ആയിട്ടില്ല. അവരുടെ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു ഞെട്ടലിലാണ് അവരിപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ വിഷമം ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കുമുണ്ട്. അച്ഛനടക്കമുള്ള ആളുകൾ വലിയ വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനാകും. എല്ലാവരും ഈ വീട്ടിൽ ഇപ്പോൾ അച്ഛനാണ്, കൃപേഷിൻ്റെ അച്ഛനാണ് ഈ ഇരിക്കുന്നത്. കൃപേഷ് നമ്മൾ തൃപ്തിപ്പെടുന്നില്ല. ഞാൻ മറ്റേ CPI അന്വേഷണത്തോട് മാത്രമേ തൃപ്തിപ്പെടും. അത്രേ ഉള്ളൂ. CBI അന്വേഷിക്കും. ഞാൻ ഇവരെ ഗവൺമെൻറ് വർക്കെ ഞാൻ കോടതിയിൽ പോകാൻ വേണ്ടി തയ്യാറായെന്ന്. അത്രേ ഉള്ളൂ. ഉദുമ MLA K. കുഞ്ഞിരാമനെതിരായി ഒരു വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇവർക്ക് ഈ പങ്കുണ്ട്, ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിൽ. അദ്ദേഹം ആ കളിയാട്ട മത്സവത്തിന് സ്വാഗതസംഘത്തിന് വരാനിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. ആരോപണം പ്രധാനമായും അദ്ദേഹത്തിന് നേരെ കൂടി നീളുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിനെ നോക്കിക്കാണുന്നതിനെ കുഞ്ഞിരാമൻ ഇങ്ങനത്തെ നിൽക്കുന്നത് നമുക്ക് മുമ്പോട്ട് അറിയുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഇതിന് നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ TV കാണാറില്ല. എൻ്റെ മോൻ പോയതിനു ശേഷം TV വെച്ചില്ല, പേപ്പർ വായിക്കാറില്ല. അതുകൊണ്ട് പറയുന്നത് എനിക്ക് അതിനെ പറ്റിയില്ലേ ഇത് പറയാനൊന്നും. അന്വേഷിക്കണം. അത് CBI അന്വേഷിക്കുമ്പോൾ അറിയുമല്ലോ, എല്ലാം പുറത്ത് വരുമല്ലോ. ഇത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈക്കോടതി സമീപിക്കാൻ നീക്കാം. എന്നാലേ പുറത്ത് വരും. ഇതിന് വേണ്ടി പണം ചിലവാക്കിയവരെയും എല്ലാം പുറത്ത് കൊണ്ടുവരണമെങ്കിൽ CBI അന്വേഷിക്കണം. മോനോട് പീതാംബരന് മാത്രമായിരുന്നു വൈരാഗ്യം? അല്ല, പീതാംബരന് പ്രത്യേകിച്ചും വൈരാഗ്യമുണ്ട്. വത്സന്, അച്യുതൻ, ഓമനക്കുട്ടൻ, രവി, ഇവർ 4 പേർക്ക് കല്ലോട്ട് ഇവന് ഭയങ്കര വൈരാഗ്യമാണ്. പിള്ളേരും കൂടെ കളിക്കുകയും ഇവനെന്ന് വെച്ചാൽ വണ്ടിയെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര റേസായിട്ട് അങ്ങോട്ട് പോയി. ഇതെല്ലാം ഇവരെ കണ്ടിട്ട് പിടിക്കാതായി. അപ്പോൾ ഇവനെ തീർക്കും. പിന്നെ പാർട്ടി കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് ഈ കൊല ചെയ്യപ്പെട്ട മറ്റേ സരത്തിനാലും ഇവനെ കൊണ്ടാക്കാനാണ് എൻ്റെ മോൻ പോകുന്നത്. അവൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞു. അവൻ ബാംഗ്ലൂരിൽ നിന്നാലും പോകും. ബാംഗ്ലൂരിൽ അങ്ങൊരു കോൺഗ്രസ് അനുഭാവിയല്ല, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അതെ ആയിരുന്നു. ഇത് അങ്ങയുടെ പാർട്ടി ഇങ്ങനെ ചെയ്യുന്നു അങ്ങ് കരുതിയിരുന്നു? ഇല്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും കരുതി നിന്നാൽ എൻ്റെ മോൻ അപ്പഴേ ഒന്ന് മാറ്റുമായിരുന്നു. പെരുങ്കാലട്ടം കഴിഞ്ഞ് ദുബൈക്ക് അയക്കാൻ അവൻ്റെ ഏട്ടന്മാരെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വീസൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് ഞാൻ പെരുങ്കാലട്ടം കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളച്ചാണ്. അതേമാതിരി സ്ഥലത്താലും എഞ്ചിനീയറിംഗ് ആണ്, അവന് പോകേണ്ടതാണ്. ഈ കല്യാട്ടം കഴിഞ്ഞിട്ട് വലിയൊരു ഈ കേരളത്തിൽ ഏറ്റവും വലിയ പേര് ഈ കല്യാട്ടം നടക്കാൻ വേണ്ടി. അപ്പോൾ അവനും അത് കഴിഞ്ഞിട്ട് പോകേണ്ട. രണ്ടുപേരും പോട്ടി. ഈ റവന്യൂ മന്ത്രി ഇപ്പോൾ ഈ വീട്ടിൽ വന്നിരുന്നു. മന്ത്രി എന്താണ് പറഞ്ഞത്? മന്ത്രി ഇതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് മന്ത്രി പക്ഷേ ഇതൊരു രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ട്? ഇല്ല, രാഷ്ട്രീയമായിട്ടല്ല. ഇങ്ങനെ ഇവരെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിയുടെ വേറെ പ്രശ്നം വേറെ ആൾ വന്നിട്ട് ഈ കുട്ടികളെ കൊല്ലേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയമായിട്ടല്ലേ കൊന്നത്. അവർ കോൺഗ്രസ് പ്രവർത്തകർ, CPM പ്രവർത്തകരിൽ ഇപ്പോൾ കൊന്നത്. മന്ത്രി വന്നതിനെ എങ്ങനെ നോക്കിയാണ്? സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് അയച്ചതായിരിക്കും. പക്ഷെ മന്ത്രിക്ക് ഇപ്പോൾ സർക്കാർ ഭരിക്കുന്നത് CPM ആകുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊരു ആശ്വാസം പ്രകടിക്കാനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. CBI അന്വേഷണം വേണം. CBI അന്വേഷണം ഞാൻ ശരിക്കും അന്വേഷണം വേണം പറയുമ്പോൾ അല്ല, ശരിക്കും അന്വേഷിക്കും, പ്രതികളെ കണ്ടെത്തുന്നതാണ് അയാൾ പറഞ്ഞത്. CBI അന്വേഷണം വേണം അയാളോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. ലോക്കൽ പോലീസിൽ വിശ്വാസമില്ല? ഇല്ല, ലോക്കൽ പോലീസ് തീരെ വിശ്വാസമില്ല. കുറേ ആയുധങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. വാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ ഒരു കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു പ്രതി കൂടി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ആലക്കോട് സ്വദേശിയായ ഒരു പ്രതി കൂടി കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ആയുധമൊന്നും അല്ല ഇതെന്ന് വെച്ചാൽ എൻ്റെ മോന് ചങ്കിനത് വലിയ വാള കൊണ്ട് വെട്ടിയതാണ്. പിന്നെ മറ്റൊരു കുറേ 10-15 വെട്ടുണ്ട് എന്നാണ് പറയുന്നത്. 10-16 വെട്ടുണ്ട്. ആ വെട്ടൊക്കെ ഈ ചെറിയ തുരുമ്പ് പിടിച്ച കത്തിയോടോ ഈ 2 പൈപ്പിൻ്റെ അക്ഷത്തോടെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുറമെല്ല ആളിനായിരിക്കും ആയുധം കൊണ്ട് മുങ്ങിയിട്ടുണ്ടാവും. ആയുധം കൊണ്ട് ഇപ്പോൾ കടന്നു കഴിഞ്ഞു. ആയുധം അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. ശരിക്കും അത് CBI അന്വേഷിച്ചാൽ ശരിക്കും എല്ലാം വരും പുറത്ത്. ആയുധവും വരും. ഈ പൈസ ഇതിന് വേണ്ടി ചിലവാക്കി എല്ലാം പുറത്ത് വരും. ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കോടിയേരി പറയുന്നത് പാർട്ടിക്ക് ഒന്നും അറിയില്ലെന്നാണ്. ഒന്നും അറിയില്ലെങ്കിൽ ഈ 12 പേരും ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. എന്നാൽ ബാക്കി മറ്റേ പാർട്ടിക്കാർ നേരിടുമല്ലോ പിന്നെ കേസിൽ. എന്നാൽ 12 പേരും പുറത്താക്കട്ടെ പാർട്ടിയിൽ നിന്ന്. ഈ പിതാവിനെ മാത്രമേ ഒതുക്കിക്കൊണ്ടും ഒതുക്കി വെച്ചിട്ട് ഈ പിതാവിനെ മാത്രമല്ല ഏറ്റെടുത്ത് അത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ. ഈ പിതാവിനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ആവശ്യപ്പെടുന്ന 12 പേരും പുറത്താക്കണം. 12 പേരും പുറത്താക്കണം. 12 പേരും ഈ പാർട്ടി പ്രവർത്തകരല്ലേ. ഇവർ 12 പേരും പുറത്താക്കിട്ട് എന്നിട്ട് പറയട്ടെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല അതിൽ. എന്നാൽ നമ്മൾ അംഗീകരിക്കാം. പീതാംബരനെ ഇപ്പോൾ തന്നെ പുറത്താക്കിയിട്ടുണ്ട്. പിതാവിനെ പുറത്താക്കുന്ന അതൊരു നാടകം മാത്രം. പുറത്താക്കാനകത്താക്കലോ പിതാവിനെ പുറത്താക്കിയതിനെ കൊണ്ട് തീരുന്നതല്ല ഇത്.
പിതാവിനെ പുറത്താക്കിയത് എന്താ അർത്ഥം? മോന് നീതിക്കായി ഏതറ്റം വരെയും പോകും. ഏതറ്റം വരും മോനെ നീതിക്കാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ അവസ്ഥ. ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കാൻ എനിക്ക് പൈസ എടുത്ത് ചിലവാക്കാനൊന്നുമില്ല. മറ്റേ എൻ്റെ മോൻ്റെ പാർട്ടി, എൻ്റെ മോനെ വിശ്വസിച്ച പാർട്ടി ഉണ്ടല്ലോ എൻ്റെ മോൻ, അവരെനിക്ക് സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അറ്റം വരെ ഞാൻ പോകാൻ തയ്യാറ്. തീർച്ചയായും ഇത് തന്നെയാണ് ഒരു അച്ഛൻ്റെ വേദനയാണ് കണ്ടത്. ഏതറ്റം വരെയും പോകും. CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം അത്യാവശ്യമാണ്. അത് നടത്തിയേ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഒരു വാക്കുകൾ തന്നെയാണ്, വളരെ ദൃഢമായ വാക്കുകൾ തന്നെയാണ് അച്ഛൻ്റേത് ഉള്ളത്. എല്ലാ പ്രതികളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നായിരുന്നു അല്പസമയം മുൻപ് പറഞ്ഞത്. പക്ഷേ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനോട് പോലും അദ്ദേഹം അത് തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കൃപേഷിൻ്റെ അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നു. ശരി ശ്രീജിത്ത്, ഏതായാലും കേസിൽ CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. കൃപേഷിൻ്റെ അച്ഛനാണിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല, CBI തന്നെ അന്വേഷിക്കണം, കേസിൽ സത്യം പുറത്തുവരാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് അദ്ദേഹം